എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് പെർമനന്റ് റെസിഡൻസിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ടെസ്റ്റിനെ പറ്റി പറയുന്ന വീഡിയോ ആണ്. ലൈഫിന്റെ UK പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ PR ഒരു ഓവറോൾ വ്യൂവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ളവർ ആ വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഇംഗ്ലീഷ് ടെസ്റ്റിനെ പറ്റിയാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഡിപ്പെൻഡൻസ് എഴുതേണ്ടതായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടിയും സിറ്റിസൺഷിപ്പിന് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടെസ്റ്റ് നമ്മൾ എഴുതണം. ഈ ടെസ്റ്റിന്റെ കാലാവധി ഉള്ളത് 2 വർഷമാണ്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റ് B1 ലെവലിലുള്ള ടെസ്റ്റാണ്. GESC ഗ്രേഡ് 5 B1 ടെസ്റ്റാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. ട്രിനിറ്റി കോളേജാണ് ഈ ഒരു ടെസ്റ്റ് നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ബുക്ക് ചെയ്യുന്നതിന് നമുക്ക് നേരിട്ട് ട്രിനിറ്റി കോളേജിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ടെസ്റ്റിന് ചിലവ് വരുന്നത് 150 പൗണ്ടാണ്. അതിനോടുകൂടെ ഒരു ടിപ്പ് ഉള്ളത്, 30 പൗണ്ട് എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സിറ്റിങ്ങിന് നമുക്ക് ഉള്ള ഓപ്ഷൻ കിട്ടും. ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് സിറ്റിങ്ങിൽ ഫെയിൽ ആയി പോവുകയാണെങ്കിൽ സെക്കൻഡ് സിറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരു 30 പൗണ്ട് കൂടെ എക്സ്ട്രാ കൊടുത്ത് 180 പൗണ്ട് ആദ്യമേ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇനി അത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിറ്റിങ്ങിൽ നമ്മൾ വീണ്ടും ഈ 150 പൗണ്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ടെസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പഠിക്കുന്നതിന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് ഇത്. ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർ അസസ് ചെയ്യുന്നു. ഇവിടെ ജീവിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു കഴിവുണ്ടോ എന്ന് അവർ അസസ് ചെയ്യുന്നു. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടെസ്റ്റിന് പഠിക്കുന്നതിന് ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ റെഫർ ചെയ്താൽ തന്നെ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് 5 സബ് ടോപ്പിക്കും എടുത്തു വയ്ക്കുക. ഇപ്പോൾ സാധാരണ എല്ലാവരും സെലക്ട് ചെയ്യുന്നതും ഈസി ആയിട്ടുള്ളതും ഫാമിലി എന്നുള്ള ടോപ്പിക്കാണ്. ഫാമിലിയെ പറ്റി ഇപ്പൊ നമ്മളൊരു ഫാമിലി എന്നുള്ള ഒരു ഹെഡിങ് ആയിട്ട് വെച്ചാൽ അതിനെ ഒരു സബ് ടോപ്പിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മുടെ വൈഫ് അല്ലെങ്കിൽ സ്പൗസിനെ പറ്റി പറയാം, പിന്നെ കുട്ടികളെ പറ്റി പറയാം, അതുപോലെ പാരന്റ്സിനെ പറ്റി പറയാം, നമ്മുടെ ഹോം ടൗണിനെ പറ്റി പറയാം, നമ്മുടെ ജോലിയെ പറ്റി വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ നമ്മുടെ വീടിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു 5 സബ് ടോപ്പിക്കും കൂടെ നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ അവർ നമ്മളോട് ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, ഏത് ടോപ്പിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ആയി വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ടോപ്പിക് ഫാമിലി ആണെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ബേസിക്കലി ഈ ടെസ്റ്റ് 10 മിനിറ്റ് ആണുള്ളത്. 5 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ഒരു ടോക്കിങ്ങും പിന്നെ ഒരു ഇന്ററാക്ഷൻ പോലെ ഉള്ള ഒരു 5 മിനിറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാക്സിമം പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് പോവാം അല്ലെ. ഫാമിലിയെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമുക്കത് പ്രിപ്പയർഡ് ആയിട്ട് പോവാം. വൈഫിന്റെ പേര് ഇതാണ്, വൈഫ് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, അല്ലെ എനിക്ക് ഇത്ര കുട്ടികളാണുള്ളത്, കുട്ടികളുടെ ഹോബീസ് എന്താണ്, അല്ലെങ്കിൽ എന്റെ തന്നെ ഹോബി എന്താണ്, പിന്നെ പാരന്റ്സ് എവിടെയാണുള്ളത്, നമ്മുടെ ഹോം ടൗണിനെ പറ്റി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് സെന്റൻസുകൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് കഴിച്ചിലാക്കി എടുക്കാം. ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ടോക്കിംഗ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അവർ തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. മാക്സിമം അതിനുള്ള അവസരം കൊടുക്കാതെ നമ്മൾ പ്രിപ്പയർ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ടോക്കിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഒരു ചെറിയൊരു സെഷൻ ഉള്ളത്, അതായത് ഒരു 5 മിനിറ്റ്സ് എന്ന് പറയുന്നു. പക്ഷെ 5 മിനിറ്റ്സ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നല്ല, അവർ 1-2 ക്വസ്റ്റ്യൻസ് നമ്മളോട് തിരിച്ചു ചോദിക്കും. മിക്കവാറും റിലേറ്റഡ് ടു നമ്മൾ എടുത്തിരിക്കുന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ. പക്ഷെ ചില അപൂർവ സാഹചര്യങ്ങളിൽ അല്ലാതെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണ്? ഇപ്പോൾ ഹോം ടൗണിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓണം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി 1-2 സെന്റൻസ് നമുക്കറിയാവുന്ന പോലെ തിരിച്ചു പറയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ 5 പോയിന്റ്സ് ആണ് അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പിന്നെ നമ്മുടെ ലെക്സിസ്, അതായത് നമ്മുടെ വൊക്കാബുലറി, നമുക്ക് എന്തുമാത്രം വൊക്കാബുലറി നമ്മുടെ കയ്യിലുണ്ട് അത്, പിന്നെ ഗ്രാമർ, ഓബ്വിയസ്ലി ഗ്രാമർ, നമ്മുടെ ഫോണിക്സ്, നമ്മുടെ പ്രൊനൗൺസിയേഷൻ സ്റ്റൈൽ എന്താണെന്നുള്ളതും ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രസന്റേഷൻ സ്കില്ലുമാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഗ്രാമർ എന്നൊക്കെ പറയുമ്പോൾ അത്ര നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്രാമറൊക്കെ കുറച്ച് തെറ്റിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലുണ്ടോ എന്ന് മാത്രമേ ഇതിൽ അസസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതൊരു വെറും B1 ലെവൽ ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഇത് ഫെയിൽ ആയിട്ടുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ആദ്യമേ പറഞ്ഞു 150 പൗണ്ടാണ് ഇതിന്റെ ടെസ്റ്റ് ഫീ ഉള്ളത്. 2 വർഷമാണ് ഈ ടെസ്റ്റിന്റെ കാലാവധി ഉള്ളത്. പിന്നെ അതുപോലെ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ഒരു 24 അവേഴ്സിനുള്ളിൽ തന്നെ, അതായത് പിറ്റേ ദിവസം നമുക്കൊരു മെയിൽ വരും, നിങ്ങൾ പാസ്സാണോ ഫെയിൽ ആണോ. ഇനി അതിൽ തന്നെ ഈ അവർ അസസ് ചെയ്ത കാര്യങ്ങളെ പറ്റി, ഇപ്പോൾ നമ്മുടെ ഏത് ഭാഗമാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ളത്, ഗ്രാമർ ആണെങ്കിൽ ഗ്രാമർ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണെങ്കിൽ അത്, അപ്പോൾ അത് ഏതാണെന്നുള്ളത് അവരവിടെ മാർക്ക് ചെയ്തിരിക്കും. ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്കത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെ ഒരു മെയിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് കിട്ടും. നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ പാസ്സാണോ ഫെയിൽ ആണോ എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസം നമുക്കൊരു ഇലക്ട്രോണിക് ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് പോലെ കിട്ടും. അതിൽ ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പറാണ് നമ്മൾ PR അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്.
ഇനി 2-3 ദിവസം കഴിയുമ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. നമുക്ക് ആവശ്യമെങ്കിൽ 12 പൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഔട്ട് ആയിട്ടും വേണമെങ്കിൽ മേടിക്കാം. പക്ഷെ ആക്ച്വലി അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഈ ഒരു യൂണിക് ഐഡന്റിറ്റി നമ്പർ മാത്രമേ ആവശ്യമുള്ളൂ PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ തന്നെ ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ ഈ ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആവശ്യമുണ്ട്. അപ്പൊ ഏത് നമ്മുടെ വിസയുടെ ഷെയർ കോഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഏത് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണെങ്കിലും അത് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. വേറെ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം അവരവിടെ എല്ലാം നമ്മളെ കൊണ്ട് മാറ്റി വെപ്പിക്കും. അപ്പൊ ഈ ഒരു വാലിഡ് ഡോക്യുമെന്റ് എടുത്തിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പൊ ഏകദേശം ഇംഗ്ലീഷ് ടെസ്റ്റിനെ പറ്റി ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് അധികം ഒന്നും ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മൾ അത്യാവശ്യമുള്ള കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് പാസ്സാവുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഡേറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് പൊക്കോളൂ. ആലോചിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ അത് പറയുന്നത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. കൂടെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുകയാണെങ്കിൽ സന്തോഷം.